അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദിക ലത്തഖീലത്തി അദ്രിക്നി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, അല്ലാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, മുഅ്മിനീങ്ങളായ ആളുകൾ തമ്മിൽ കാണുമ്പോൾ സലാം പറയലും പരസ്പരം നമ്മൾ കൈ ഇങ്ങനെ മുസാഫഹത്ത് ചെയ്യലും ഇതൊക്കെ വളരെ സുന്നത്തുള്ളതും വളരെ പ്രാമാണികവുമാണ്. മാത്രമല്ല, ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ റിയാദുസ് സ്വാലിഹീൻ എന്ന് പറയുന്ന തസവ്വുഫിൻ്റെ ഗ്രന്ഥത്തിൽ അതിലൊരു അധ്യായം തന്നെ കൊടുത്തിട്ടുള്ളത് മുസാഫഹത്ത് ചെയ്യൽ സുന്നത്താണ്. എന്നിട്ട് മാത്രമല്ല, അദ്ദേഹം പറയുന്നത് സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളായ ആളുകളെ അവരുടെ കൈ ചുംബിക്കലും അതുപോലെ അങ്ങനെയുള്ളതൊക്കെ സുന്നത്താണ് എന്ന് പറയുന്നുണ്ട് മഹാനവറുകൾ. യഥാർത്ഥത്തിൽ മുസാഫഹത്ത് ചെയ്യാം, അതിൻ്റെ പ്രതിഫലം എന്താണ്? ഈ ഒരു വീഡിയോയിൽ അതിനെക്കുറിച്ചാണ് നമ്മുടെ വിഷയം. മഹാനായ സഹാബി വര്യൻ അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട് ആളുകൾ, അക്കാലത്തിൽ മുസാഫഹത്ത് ഫി അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിൻ്റെ ശിഷ്യന്മാരുടെ കാലഘട്ടത്തിൽ ഈ മുസാഫഹത്ത് ചെയ്യുന്ന ആ ഒരു രീതി ഉണ്ടോ? അവർ പറയുന്നു ഉണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു ഉണ്ട്, അങ്ങനത്തെ ഒരു ചിട്ട ഉണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, യമനികൾ തമ്മിൽ അവർ മുസാഫഹത്ത് ജനകീയമാക്കിയത് യമനികളാണ് എന്ന് ഹദീസിൽ പറയുന്നുണ്ട്. യമനികളായ ആളുകൾ വന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖദ് ജാഅക്കും അഹ്ലുൽ യമനി, യമനികൾ വന്നിട്ടുണ്ട്, വഹും അവ്വലു മൻ ജാഅ ബിൽ മുസാഫഹ, മുസാഫഹത്ത് കൊണ്ടുവന്നത് അവരാണ് എന്ന് പറഞ്ഞാൽ, ഈ അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ പറയുന്നത് വ അന്ന അവ്വല മൻ അൽഹറഹ ഫിന്നാസി ഹും അഹ്ലുൽ യമൻ, ഇത് ജനങ്ങളിൽ സജീവമാക്കിയത്, പ്രകടമാക്കിയത് യമനികളാണ്. മുസാഫഹത്ത് ചെയ്യൽ അല്ല, അത് പ്രകടമാക്കുന്നത് യമനികളാണ് എന്നാണ് ഈ ഹദീസുകൾ ഉദ്ദേശിക്കുന്നത് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുസാഫഹത്ത് ചെയ്താലുള്ള ഗുണമെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാമിൻ മുസ്ലിമൈനി യൽതഖിയാനി ഫയതസാഫഹാനി ഇല്ലാ ഗുഫിറ ലഹുമാ ഖബല അൻ യഫ്തരിക. രണ്ടാൾ തമ്മിൽ മുസാഫഹത്ത് ചെയ്യുമ്പോൾ അവർ പരസ്പരം വിട്ടുപിരിയുന്നതിനും അവരുടെ ദോഷങ്ങൾ മുഴുവനും വിട്ടുപുറത്തു അള്ളാഹ് പുറത്ത് മാപ്പാക്കി എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് വഅന്നഹ മിനൽ അഅ്മാലി സ്വാലിഹത്തില്ലതി തുകഫിറു സഗായിറദ് ദുനൂബ്, ചെറുകുറ്റങ്ങളൊക്കെ പൊറുക്കപ്പെടുന്ന ഒരു സ്വാലിഹായൊരു പ്രവർത്തനമാണ് ഈ മുസാഫഹത്ത് ചെയ്യുക എന്നുള്ളത് എന്നാണ് മഹാന്മാർ വിശദീകരിച്ചത്. വഅന്ന ഈ ഒരു മുസാഫഹത്ത് ചെയ്യൽ ആളുകൾക്കിടയിൽ മഹബത്തും മവദ്ദത്തും ഉണ്ടാക്കും, സ്നേഹവും അനുകമ്പയും ഉണ്ടാക്കുമെന്ന് ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറയുന്നുണ്ട്. എന്നാൽ ഇതൊരു നിർബന്ധമായ കാര്യമാണോ? അല്ല. റസൂലുള്ളാഹി തങ്ങളോടൊരു സഹാബി ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ് അറജുലു മിന്ന യൽഖ അഖാഉ ഔ സദീഖഹു, ഞങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യൻ തൻ്റെ സുഹൃത്തിനെ അല്ലെങ്കിൽ ചങ്ങാതിയെ കാണുന്നു, അയൻഹനിയ ലഹു, അവന് വേണ്ടി കുനിയണോ അവൻ?
കാല. റസൂൽ പറഞ്ഞു വേണ്ട, കുനിയണ്ട, ഒരാളെ മുമ്പിലും കുനിയണ്ട അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രം. അഫയൽതസിമുഹു വയുഖബ്ബിലു, അണച്ചുകൂട്ടി ചുംബിക്കണോ? അടുത്ത ചോദ്യമാണ്. അപ്പോഴും നബി തങ്ങൾ പറഞ്ഞില്ല, വേണ്ട. മൂന്നാമത്തെ ചോദ്യം ഫയഹുദു ബിയദിഹി വയുസാഫിഹു, അവൻ്റെ കൈ പിടിച്ച് മുസാഫഹത്ത് ചെയ്യണോ? അത് ചെയ്യണം. നഅം, അതെ. അതായത് ഇവിടെ ആലിംഗനം ചെയ്യുക എന്നുള്ളത് അത് യാത്ര കഴിഞ്ഞ് വരുന്ന ആളെ ആലിംഗനം ചെയ്യൽ പ്രത്യേകമായിട്ട് സുന്നത്തുണ്ട് എന്ന് ഇവിടെ ഈ ഹദീസിൽ നിന്ന് പ്രകടമാണ്. ഇമാം തിർമിദി രേഖപ്പെടുത്തുന്ന ഹദീസാണ്. മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാണാൻ ഒരു യഹൂദി വരുന്നൊരു സംഭവമുണ്ട്. അതായത് യഹൂദി തൻ്റെ കൂട്ടുകാരനോട് പറയുന്നുണ്ട്, ഇദ്ഹബ് ബിനാ ഇലാ ഹാദിൻ നബി, ഈ ഒരു നബിയിലേക്ക് എന്നെ നിങ്ങൾ കൊണ്ടുപോവാ. അങ്ങനെ പാത്തയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ റസൂലുള്ളാഹിൻ്റെ അടുക്കൽ ചെന്നു. ഫസഅലഹു അൻ തിസ്ഇ ആയാത്തിൻ ബയ്യിനാത്ത്, 9 ദൃഷ്ടാന്തങ്ങളെപ്പറ്റി അവർ രണ്ടുപേരും റസൂലുള്ളാഹിനോട് ചോദിച്ചു. റസൂൽ അവർക്ക് അതിൻ്റെ കൃത്യമായ മറുപടി പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഫഖബ്ബല യദഹു വരിജ്ലഹു, റസൂലുള്ളാഹിൻ്റെ കയ്യും അവർ ചുംബിച്ചു, റസൂലുള്ളാഹിൻ്റെ കാലും അവർ ചുംബിച്ചു. എന്നിട്ട് വക്കാല, അവർ രണ്ടുപേരും പറഞ്ഞു, നശ്അദു അന്നക നബിയുൻ, നീ നബിയാണ് എന്ന് ഞങ്ങൾ സാക്ഷീകരിക്കുന്നു, ഞങ്ങൾ മുസ്ലിമാകുന്നു എന്ന്. ഇത് ഹദീസ് വിശദീകരിച്ച് പറയുന്നത് ഒരാളെ കൈ ചുംബിക്കാമോ കാല് ചുംബിക്കാമോ, ജവാസു തക്ബീലു യദിൻ ഔ റിജ്ലിൻ മൻ യദുന്നു ബിഹിം അത്തുഖ വസ്സലാ വതുർജ ബിഹിമുൽ ബറക. ഒരു തഖ്വയും ഒരു നന്മയുമൊക്കെ കരുതപ്പെടുന്ന ആളുകളുടെ കയ്യും കാലും ചുംബിക്കൽ അനുവാദമുണ്ട്. വതുർജാ ബിഹിമുൽ ബറകതു ഹൈസു ഫഅല ദാലിക മഅഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു ബർക്കത്ത് ഉദ്ദേശിച്ചിട്ടുണ്ടല്ലോ ഇവിടെ. പക്ഷേ വലം യൻകിറു, റസൂല നിഷേധിച്ചിട്ടില്ല, റസൂല ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് അനുവദനീയമാണ്, ചെയ്യാം. സഹാബികൾ പറയുന്നുണ്ട്, ഫദനൗന മിനൻ നബി, റസൂലുള്ളാഹിനോട് ഞങ്ങൾ അടുത്തു, ഫഖബ്ബൽനാഹു യദഹു, റസൂലുള്ളാഹിൻ്റെ കൈ ഞങ്ങൾ ചുംബിച്ചു എന്ന് സഹാബികൾ പറയുന്നുണ്ട്. അതുപോലെ അണച്ചുകൂട്ടി ചുംബിക്കൽ, അവരെ ആലിംഗനം ചെയ്യൽ. ഐഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, സെയ്ദ് ബിൻ ഹാരിസ റസൂലുള്ളാഹിൻ്റെ വളർത്തുപുത്രൻ, അവർ മദീനത്ത് വന്നപ്പോൾ വാതിൽ മുട്ടി. അപ്പോൾ റസൂല വേഗത്തിൽ ചെന്ന് വസ്ത്രം പോലും ശരിക്ക് ഇടാതെ അത് വലിച്ച് ഒപ്പിച്ച് റസൂല ചെന്നിട്ട് വാതിൽ തുറന്നു. അദ്ദേഹത്തെ ഫഅനഖഹു വഖബ്ബലഹു, അദ്ദേഹത്തെ ആശ്ലേഷിച്ചു, അദ്ദേഹത്തെ ചുംബിച്ചു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ജവാസു തഖ്ബീലും വഇഅനാകും മിൻ ഖദമിൻ മിൻ സഫരിൻ, യാത്ര കഴിഞ്ഞു വരുന്ന ആളെ ചുംബിക്കലും അണച്ചുകൂട്ടലും സുന്നത്താണ്. അന്യ ആളുകളല്ല, അന്യ ആളുകളെ അല്ലാത്തവർ. അത് സെയ്ദ് ബിൻ ഹാരിസയോടുള്ള സ്നേഹവും കൊണ്ടുമാണ് എന്ന് പ്രത്യേകം രേഖപ്പെടുത്തി. ഇതൊന്നും ഒരു നിസ്സാര കാര്യമല്ലല്ലോ. റസൂലുള്ളാഹി പറഞ്ഞു, ലാ തഹ്കിറന മിനൽ മഅറൂഫി ശൈഅ വലു അൻ തൽഖ അഖാക ബിവജ്ഹിൻ തലീഖ്, തൻ്റെ സഹോദരനെ മുഖപ്രസന്നതയോടുകൂടെ കാണുന്നത് പോലും സ്വതക്കയാണ് എന്ന് പരിശുദ്ധ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല റസൂലുള്ളാഹി തങ്ങളുടെ പേരക്കുട്ടിയായ ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു ചുംബിച്ചപ്പോൾ അക്റൂബിൻ്റെ ഹദീസ് കാണുകയാണ്. അദ്ദേഹം പറയാണ്, എനിക്ക് 10 മക്കളുണ്ടായിട്ട് ഞാൻ ഇതുവരെ ഒരാളെയും ചുംബിച്ചിട്ടില്ല. അപ്പോൾ റസൂൽ പറഞ്ഞു, മല്ലാ യർഹമു ലാ യുർഹമു, കാരുണ്യം ചെയ്യാത്തവൻ അള്ളാഹും കാരുണ്യം ചെയ്യൂല എന്ന്. അപ്പം ഇങ്ങനത്തെ സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരുന്നത് പുണ്യകരമാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.